الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم فقال الله تبارك وتعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه عن أبي هريرة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم سباب المؤمن فسوق وقتاله كفر. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ മരണം വരെയും വിശുദ്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നാമേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഈമാനികമായ ഒരു മനുഷ്യന് നൽകുന്ന വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന സർവ്വ സംസാരങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കരുണയുള്ള തമ്പുരാൻ പരിപൂർണമായി മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്, അല്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നിർബന്ധമായും നാം അനുധാവനം ചെയ്യേണ്ട ചില മഹത് ഗുണങ്ങളാണ് കുറെ ആഴ്ചകളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ തരത്തിലുള്ള അറിയപ്പെടലുകളുണ്ട്, ഐഡന്റിറ്റിയുണ്ട്, അഡ്രസ്സുകളുണ്ട്. വ്യക്തിപരമായി ഒരുപാട് അഡ്രസ്സുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മഹത്വമുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിൽ കുടുംബപരമായുണ്ട്, സാമൂഹികമായുണ്ട്, പല തരത്തിലും പല രീതിയിലും നമ്മളുടെ ഇടയിൽ ഒരുപാട് ഐഡന്റിറ്റികൾ നമുക്കുണ്ട്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അറിയപ്പെടാൻ കഴിയുന്ന ഏറ്റവും മഹോന്നതമായ പേര് അവൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനുചരനാണ് എന്നുള്ളതാണ്. അല്ലാഹു തആല ആ ഗുണത്തിന് അർഹത നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തിൻ്റെ, അല്ലെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ ആ തുടക്കം മുതൽ ഇന്നുവരെയും വ്യത്യസ്തമായ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകളെല്ലാം അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ അത് പഠിക്കുന്നതിനും പകർത്തുന്നതിനും അക്ഷരാർത്ഥത്തിൽ കാരണവുമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചർച്ചകളുമായി ബന്ധപ്പെടുന്നവർ ആ ചർച്ചകളുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ഞാൻ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ അനുചരനാണ് എന്ന് അവകാശപ്പെടുകയും
ആ പ്രവാചകന്റെ അനുചരനാണ് എന്നുള്ളത് എൻ്റെ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗമാണ് എന്ന് അഭിമാനം കൊള്ളുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അടുപ്പിക്കാറില്ല, മാറ്റി നിർത്താറുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെടുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളെ പലപ്പോഴും നാം മനസ്സിലാക്കാറുള്ളത് നമ്മുടെ പള്ളിക്കകത്തുള്ള പല ഇബാദത്തുകളുമായി, ചില കർമ്മങ്ങളുമായി മാത്രം ബന്ധിപ്പിക്കാറുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ മസ്ജിദിനുള്ളിൽ ചെയ്യുന്ന ഇബാദത്തുകളല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹികമായ, രാഷ്ട്രീയപരമായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇടപാടുകളും ഇടപെടലുകളുമാണ്. കഴിഞ്ഞ ആഴ്ച അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നാം തുടങ്ങി വെച്ചു. ഒരു മനുഷ്യൻ അവന്റെ ജീവിതം, അവന്റെ വ്യക്തിത്വം അത് ഏറ്റവും ഉത്കൃഷ്ടമാകുന്നതിന്റെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സൽസ്വഭാവിയാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അവന്റെ നാവിനെ പരിഗണിച്ചുകൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സംസാരത്തിന്റെ രീതിയും ശൈലിയും ഒക്കെ ചെറിയ രീതിയിൽ കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബാക്കളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതദറൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബാക്കളോടാ ചോദിക്കുന്നത്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ പാപ്പരായ, സർവ സന്നാഹങ്ങളും സർവ ആധിപത്യവും ഉണ്ടായിരുന്ന കുബേരനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ സർവ്വതും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലാതെ, ആൾബലമില്ലാതെ, ആയുധബലമില്ലാതെ, സാമ്പത്തിക ശേഷിയില്ലാതെ, തന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചിരുന്ന, ഒരു സ്ഥാനമാനവുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് മുഫ്ലിസ് എന്ന് പറയുന്നത്. ജന്മനാ പാപ്പരായ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. ജീവിതത്തിന്റെ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആൾക്കാരുണ്ട്. അവരാരും ഈ വാക്കിൽ ഉൾപ്പെടില്ല. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ സർവ ആധിപത്യത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും സർവ ഐശ്വര്യത്തോടുകൂടിയും ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ, ആ മനുഷ്യനാണ് മുഫ്ലിസ് എന്ന പദം അറബിയിൽ ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അതദറൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ വല മതാഅ. അള്ളാഹുവിന്റെ പ്രവാചകനെ, ഞങ്ങളുടെ ഇടയിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയ, സാധന സാമഗ്രികളൊന്നുമില്ലാത്ത പാപ്പരായ മനുഷ്യരാണ് പ്രവാചകരെ മുഫ്ലിസ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന, അതായത് നിങ്ങൾ പറഞ്ഞ മറുപടി അല്ല മുഫ്ലിസ് എന്നതിന്റെ അർത്ഥം. യഥാർത്ഥ മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അള്ളാഹു നമ്മളെ എല്ലാം അതിനെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നറിയണ്ടേ? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. അവർ ദുനിയാവിൽ വെച്ച് ഒരുപാട് നന്മകൾ ചെയ്ത ആൾക്കാരാ. നമസ്കാരത്തിൽ കണിശതയോടുകൂടി നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ച ആൾക്കാരാ. നോമ്പിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആൾക്കാരാ. എല്ലാ നന്മകളും ചെയ്ത ആൾക്കാർ. മുഹദ്ദിസീങ്ങൾ പറയുന്നു, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമസ്കാരം പറഞ്ഞു ആദ്യം, നോമ്പ് പറഞ്ഞു രണ്ടാമത്, സക്കാത്ത് പറഞ്ഞു മൂന്നാമത്. ഇതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദ്ദേശിച്ചത് ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, ഒരു മനുഷ്യൻ അവന്റെ ശരീരവും സമ്പത്തും കൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, ഒരു മനുഷ്യൻ അവന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, എല്ലാത്തിനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ മൂന്ന് പദത്തിൽ ഉൾക്കൊള്ളിച്ചു. യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, ഒരാളെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചതുപോലും ഇബാദത്താണ്. അങ്ങനെ അവന്റെ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ ഇബാദത്തുകളും, അവന്റെ സമ്പത്തും കൂടി, ശരീരവും സമ്പത്തും കൂടി രണ്ടും കൂടി സമ്മിശ്രമായി ചെയ്ത എല്ലാ ഇബാദത്തുകളും, സമ്പത്ത് മാത്രമായിട്ട് ഒരുപാട് ദാനധർമ്മങ്ങളും സക്കാത്തും സദഖയും ഒക്കെ ചെയ്തു കൂട്ടിയ എല്ലാ അമലുകളും, ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഭൂമുഖത്ത് എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു
ആ മുഴുവൻ നന്മകളുമായിട്ട് അവൻ ഖിയാമത്ത് നാളിൽ വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ നന്മകളൊക്കെ കൊണ്ടുവരുന്നതിനോടൊപ്പം ദുനിയാവിൽ വെച്ച് അവൻ കുറെ ആൾക്കാരോട് മോശമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശതമ എന്ന വാക്കിന്റെ അർത്ഥം ആ കേൾക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് സങ്കടവും പ്രയാസവും നാണക്കേടും ഉണ്ടാക്കുന്നതായ പദം. കുറച്ചുകൂടി മനസ്സിലാക്കാനായി നമ്മുടെ ഇടയിൽ പറഞ്ഞാൽ തെറി പറയുക എന്ന് പറയും, ചീത്ത പറയുക എന്ന് പറയും. ആ ചീത്ത പറയപ്പെട്ട മനുഷ്യൻ അത് കേൾക്കാൻ അർഹതപ്പെട്ടവനാണോ അല്ലയോ, അത് രണ്ടാമത്തെ വിഷയം. ഒരാളെ ചീത്ത പറയുന്നതിനെ കുറിച്ച് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യനിൽ നിന്നും അവന്റെ സംസാരത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും മോശമായ പാപങ്ങളിൽ ആദ്യം നിൽക്കുന്ന പാപമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചീത്ത പറയുക എന്ന് പറയുന്നത്, മറ്റൊരാളെ തെറി പറയുക. പല നാടുകളിലും പല രീതിയിലുള്ള പദങ്ങളാണ്, പല വാക്കുകളും തെറി പറയുന്ന പല വാക്കുകൾ ചില ആൾക്കാർ ന്യായീകരിക്കാറുണ്ട്. ഏത് ഡിക്ഷണറി വേണമെങ്കിലും എടുത്തു നോക്കിക്കൊള്ളുക, അതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട മുഹദ്ദിസീങ്ങളുടെ വിശാലമായ വിശദീകരണം, ആ വിശദീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഒരാള് തെറിയായിട്ടൊരു നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പദം. ആ പദം തെറിയാണ് എന്ന് പറയുന്ന ആൾക്കും അറിയാം, കേൾക്കുന്ന ആൾക്കും അറിയാം. ആരെയാണോ പറഞ്ഞത് ആ പറയപ്പെട്ട വ്യക്തിക്കും അറിയാം, ആ പരിസരത്ത് നിൽക്കുന്നവർക്കും അറിയാം. എന്നിട്ട് അതിന്റെ ഡിക്ഷണറി തപ്പിത്തറഞ്ഞു പോയപ്പോൾ അതൊരു തെറിയായിട്ട് തോന്നാത്ത പദമാണ് വിശദീകരിക്കപ്പെടുന്നത് എങ്കിലും ആ കേൾക്കപ്പെടുന്ന വ്യക്തിക്കും ആ പറയപ്പെടുന്ന വ്യക്തിക്കും പറഞ്ഞ വ്യക്തിക്കും ഇവർക്കെല്ലാം അറിയാം ഇതൊരു മോശമായ പദമാണ്. മോശമായ സന്ദർഭത്തിൽ പ്രതിയോഗിയോട് അല്ലാത്ത ദേഷ്യമുണ്ടാകുമ്പോൾ, അരിശമുണ്ടാകുമ്പോൾ ആ അരിശം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അല്ലെങ്കിൽ ആ കേൾക്കപ്പെട്ട വ്യക്തി ചെയ്തതായ മോശമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അടിക്ക് തൊട്ടുമുമ്പ്, അല്ലെങ്കിൽ അടിക്ക് സമാനമായിട്ട്, അല്ലെങ്കിൽ അടിക്കും അപ്പുറമായിട്ട് ഉപയോഗിക്കുന്ന പല പദങ്ങളുമുണ്ട് നമ്മുടെ നാടുകളിൽ. അതേതു ഭാഷയിലാണെങ്കിലും അതെ, മലയാളത്തിലാണെങ്കിൽ ചന്തയിൽ പറയുന്ന ആൾക്കാരുടെ വാക്ക് അത് ഇംഗ്ലീഷിലാകുമ്പോൾ ഓഫീസിൽ പറയാൻ ഒരു കുഴപ്പവുമില്ല, അതൊരു ക്രെഡിറ്റ് ആണ്, അതൊരു സ്റ്റാറ്റസ് ആണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസിന്റെ 3 പദം, ആ 3 പദം മുഹദ്ദിസീങ്ങളുടെ വിശദീകരണം 3 ആഴ്ച നിരന്തരം പറഞ്ഞാലും തീരൂല, അത്രയ്ക്കും വലിയ വിശദീകരണം ഇങ്ങനെ വിശദീകരിക്കുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ മുഅ്മിനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ, നാളെ മഹ്ശറയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ നിൽക്കുമ്പോൾ എന്റെ ഉമ്മത്തി എന്നോടൊപ്പം വരാനെന്ന് പ്രവാചകൻ പറയുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഗുണമായിട്ട് പ്രവാചകൻ വിശദീകരിക്കുന്നു, സിബാബുൽ മുഅ്മിനി ഫുസൂഖുൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ തെറി പറയൽ അത് ഫിസ്ഖാണ്, പാപമാണ്. ഫിസ്ഖ് എന്ന പദമാണ് ഉപയോഗിച്ചത്, ഫുസൂഖ്. മകളുടെ വിവാഹം നടത്തുന്ന സന്ദർഭത്തിൽ വലിയായ പിതാവ് വരനായ പുതുമാപ്പിളയുടെ കയ്യിലേക്ക് കൈ പിടിച്ചിട്ട് തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം, ആ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന വലിയായ പിതാവ് ഫാസിഖാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ ചില പാപങ്ങൾ നിരന്തരം ചെയ്യുന്ന മനുഷ്യനാണ് എങ്കിൽ അവർക്ക് ഫാസിഖ് എന്നാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ വിവാഹം സാധുവാകുന്ന വിഷയത്തിൽ ചർച്ചയുണ്ട്. സാധു ആകൂല എന്നല്ല, ചർച്ചയുണ്ട്. അതായത് അത്ര പെർഫെക്റ്റ് അല്ല വാപ്പ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ, കാരണം കുഴപ്പക്കാരനാ. കുറച്ചുകൂടി വിശദീകരിച്ചാൽ, പിതാവ് വിവാഹം കഴിക്കാനായിട്ട് സദസ്സിലേക്ക് മജ്‌ലിസിലേക്ക് വരികയാണ്. മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ മലക്കുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന പിതാവ്, ഒരാൾ പറയുകയാണ് ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ പള്ളിയിലെ ഇമാമ് അല്ലെങ്കിൽ ഖാദി അല്ലെങ്കിൽ മഹൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറയും, ഈ വിവാഹം ഇദ്ദേഹത്തിന് നടത്താൻ പറ്റൂല, ബോധം വന്നതിന് ശേഷമേ വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ, കാരണം അദ്ദേഹം ഫാസിഖാണ്. ഫാസിഖ് എന്നത് മനസ്സിലാകാൻ വിശദീകരിച്ചു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നിരന്തരം തെറി പറയുന്ന പല ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട്. 5 വഖത്ത് കൃത്യമായി അവർ നമസ്കരിക്കുന്നവരാ, എല്ലാ ഇബാദത്തും ചെയ്യുന്നവരാ. ഒരു പക്ഷേ അവർ നിരന്തരം ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അതൊരു ശൈലിയായി മാറിയ ആൾക്കാരാകാം. അത് കേൾക്കുന്നവർ ആ കേൾക്കുന്നതിന്റെ പേരിൽ ഒരു ഗൗരവമില്ലാത്ത ആൾക്കാരാകാം. പല ആൾക്കാരും ഭാര്യമാരെ നിരന്തരം തെറി പറയുന്ന ആൾക്കാരുണ്ട്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് അത് ശീലമായപ്പോൾ ഭാര്യയ്ക്കും അതൊരു തഴക്കമായി മാറി. മക്കളെ തെറി പറയുന്ന ആൾക്കാരുണ്ട്, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തെറി പറയുന്ന ആൾക്കാരുണ്ട്. മോഡൽ പള്ളിയായതുകൊണ്ട് പറയാൻ പറ്റാത്ത പല പദങ്ങളും അത് വർത്തമാന കാലഘട്ടത്തിന്റെ അലങ്കാരമായിട്ടും ആഡംബരമായിട്ടും കൊണ്ടു നടക്കുമ്പോൾ ചന്തകളിൽ പറയുന്ന തെറി വാക്കുകളെക്കാളും വൃത്തികെട്ട മ്ലേച്ഛമായ മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇന്ന് ഉയർന്ന ഓഫീസ്
മജ്‌ലിസുകളിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. സാധുവായ മനുഷ്യൻ അവന്റെ മുമ്പിലേക്ക് വരുമ്പോൾ മോശമായ പദങ്ങളിലൂടെ അവനെ അഭിസംബോധന ചെയ്യുമ്പോൾ, ഒന്ന് പിഴച്ചതിന്റെ പേരിൽ, ഒന്ന് തെറ്റിയതിന്റെ പേരിൽ, ഒന്ന് പിന്നോട്ടായതിന്റെ പേരിൽ തെറി ഉപയോഗിക്കുന്ന ആൾക്കാർ ഏതു പദമാണെങ്കിലും ശരി, അറബിയാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഏതു പദമാണെങ്കിലും ശരി, തെറിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ആ തെറി വാക്ക് വീണ്ടും വിശദീകരിക്കുകയാ. അതിന്റെ അർത്ഥം തേടിപ്പോയപ്പോൾ അതിന്റെ അർത്ഥം മുടിയെന്ന അല്ലെങ്കിൽ അതെന്ന ഇതെന്ന് അതൊന്നുമല്ല. ആ കേൾക്കപ്പെടുന്ന വ്യക്തിക്ക് സങ്കടമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന പദമാണ് നീ ഉപയോഗിച്ചത് എങ്കിൽ, എന്തിനേറെ വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ സംസ്കരണം പഠിപ്പിക്കുന്നിടത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ചില അവയവങ്ങൾ കൊണ്ട് കാണിക്കുന്ന ചില ആകൃതികൾ, നിങ്ങളുടെ ശരീരത്തിന്റെ ചില അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ചില വികൃതികൾ, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് കാണിക്കുന്ന ചില സൂചനകൾ, ആ സൂചനകൾ കാരണം, ആ ആംഗ്യം കാരണം, ആ ചെറിയ പ്രവർത്തനം കാരണം അത് ആരോടാണോ കാണിക്കപ്പെടുന്നത് ആ മനുഷ്യന് സങ്കടമുണ്ടായാൽ അതും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യുകയാ. മുഅ്മിനീങ്ങൾക്ക് പറ്റിയ ഗുണമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോട് പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത് ഫാസിഖാക്കി കളയും, നിങ്ങളെ മഹാപാപിയാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ തെറി പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളുടെ അടുക്കൽ നിന്നും ഓടിപ്പോകും. നിരന്തരം നിസാരമായി കാണുന്ന വാക്കുകളൊന്നും ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഇടയിൽ, സ്ത്രീകളും പുരുഷന്മാരും ആ വിഷയത്തിൽ ഒട്ടും പിന്നോട്ടല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കേൾക്കുന്നവർക്കും അതൊരു ഗൗരവമേ അല്ല. നിസാരമായി കാണുന്ന ചെറിയ തമാശയുടെ പദം പോലെ തെറിവാക്കുകൾ നമ്മളുടെ ഇടയിൽ നിന്ന് സുലഭമായി മാറി, തമാശയായി മാറി. പള്ളിപ്പറമ്പുകളിലും പള്ളികളിലും തെറി പറയൽ ഒരു വിഷയമല്ലാതെ മാറി. ചെറിയ ഒരു പ്രശ്നം വന്നാൽ, ചെറിയ ഒരു പ്രയാസം വന്നാൽ, ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കടുത്ത വാക്കുകളുടെ, തെറിവാക്കുകളുടെ അകമ്പടിയോടുകൂടി സംബോധന ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി മാറി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ മുഫ്ലിസാരാണെന്നറിയണ്ടേ, സർവ്വതും നഷ്ടപ്പെട്ടു പോയ പാപ്പരാണെന്നറിയണ്ടേ. ദുനിയാവിൽ മത്സര്യ ബുദ്ധിയോടുകൂടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത മനുഷ്യൻ ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവന്റെ നമസ്കാരം ഉണ്ടാകൂല, നോമ്പുണ്ടാകൂല, സക്കാത്ത് ഉണ്ടാകൂല, ഹജ്ജ് ഉണ്ടാകൂല. രാപകലില്ലാതെ പാടുപെട്ട് കഷ്ടപ്പെട്ട് അവൻ ചെയ്ത ഒരു ഇബാദത്തും അവനോടൊപ്പം ഉണ്ടാകൂല. അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇന്നഹു ഖദ് യഅതി യൗമൽ ഖിയാമത്തി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ. ഇന്ന ആൾക്കാരോടൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ തെറി പറയപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിന്റെ നമസ്കാരത്തെയും നോമ്പിനെയും അല്ലാഹു തആല വീതിച്ചു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ, ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവന്റെ നാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചാലും, ഏറ്റവും നല്ല സ്വഭാവമുണ്ടെങ്കിലും ആ സ്വഭാവം ഏറ്റവും നല്ലതാകുന്നതിന്റെ അകമ്പടിയായ സംസാരം അവന്റെ നാവ് ശുദ്ധമല്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ ഇടയിൽ, ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ നിരന്തരം നാം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും വലിയ സ്ഥാനം അർഹതപ്പെടുന്നത്, ഏറ്റവും വലിയ സ്ഥാനം കിട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവന്റെ നാവാണ്. കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചു, അല്ലാഹു തആല ലക്ഷക്കണക്കിന് നബിമാരെ അല്ലാഹു നിയോഗിച്ചു. എല്ലാ നബിമാരും മധുരമായി സംസാരിക്കുന്നവരായിരുന്നു, ഏറ്റവും നല്ലതുപോലെ സംസാരിക്കുന്നവരായിരുന്നു. പ്രവാചകത്വത്തിന്റെ, നുബൂവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നല്ലതുപോലെ സംസാരിക്കുന്ന ആളായിരിക്കുക എന്നായിരുന്നു. ഒരു മോശവാക്ക് പോലും ഒരു നബിയെ കുറിച്ച് പോലും നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് ചർച്ച പോലും ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അടുത്ത ഹദീസ്, എത്ര ഹദീസാ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, വൻ പാപങ്ങളെക്കാളും വലിയ ചില പാപങ്ങളുണ്ട്. വൻ പാപങ്ങളെക്കാളും വൻ പാപങ്ങളെക്കാളും വലിയ പാപം ഏതാണെന്ന് അറിയണ്ടേ? വദ്ദുനൂബ്, എല്ലാ തെറ്റുകളെക്കാളും, എല്ലാ വിപത്തുകളെക്കാളും ഏറ്റവും വലിയ പാപം ഏതാണെന്ന് അറിയണ്ടേ? സഹാബാക്കൾ ചോദിച്ചു, മഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏതാണ് പ്രവാചകരെ? പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ പിതാവിനെ തെറി പറയല, പിതാവിന് വിളിക്കല. നമ്മുടെ ഇടയിലൊക്കെ സാധാരണ നാട്ടുപുറത്ത് പറയാറുണ്ട്, വാപ്പാക്ക് വിളിച്ചു എന്ന് പറയാറുണ്ട്. തമാശയായി നാം പറയും, അല്ലെങ്കിൽ ഗൗരവമില്ലാതെ പലപ്പോഴും പറയും, വാപ്പാക്ക് വിളിക്കുക, വാപ്പായെ തെറി പറഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് വാലിദാഹു, അവന്റെ പിതാവിനെ എങ്ങനെയാണ് പ്രവാചകരെ അവൻ തന്നെ തെറി വിളിക്കുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു, വാലിദാഹു, മാതാപിതാക്കളെ എങ്ങനെയാ തെറി വിളിക്കുന്നതെന്ന് അറിയണ്ടേ? ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ പിതാവിനെ തെറി വിളിച്ചു, ഒരു മനുഷ്യൻ മറ്റൊരാളുടെ വാപ്പാക്ക് വിളിച്ചു, അദ്ദേഹം തിരിച്ചുവന്റെ വാപ്പായ്ക്ക് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, അവൻ തിരിച്ചു വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ആ തെറി ഇവന്റെ പിതാവിലേക്ക് മടങ്ങും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം വീടുകളിൽ കേൾക്കാറുള്ള ഒരു പരാതി, നിരന്തരം വീടുകളിൽ നടക്കാറുള്ള ഒരു പരാതി, കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇടയിൽ നടക്കാറുള്ള പരാതി, ഒരു വാക്കൊന്ന് കയർത്ത് മോശമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആദ്യം പറയുന്ന പദം, വാപ്പായ്ക്ക് തെറി പറയുന്ന പദം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്ബറുൽ കബായിർ, നമുക്കറിയാം വൻപാപങ്ങൾ ഏതാണെന്നറിയാം. പലിശ പച്ചയ്ക്ക് കഴിക്കൽ വൻപാപമാണ്. വ്യഭിചാരം വൻപാപമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ശിർക്ക് വൻപാപമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയാ, ഇന്ന അക്ബറൽ കബായിർ, വൻപാപങ്ങളെക്കാൾ വലിയ പാപം ഏതാണെന്നറിയണ്ടേ? അന്നർ റജുല, ഒരു മനുഷ്യൻ അവന്റെ വാപ്പാക്ക് തെറി പറയല. അള്ളാഹു നമ്മളെ കാക്കുമാറാണ്. എത്ര ഹദീസ, റഹ്മത്തിന്റെ മലക്കുകൾ, അനുഗ്രഹത്തിന്റെ മലക്കുകൾ തെറി പറയുന്ന ആൾക്കാരുടെ വായിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കുന്നതായ ദുർഗന്ധം കാരണം, അവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന ദുർഗന്ധം കാരണം മൈലുകളോളം റഹ്മത്തിന്റെ മലക്കുകൾ മാറി നിൽക്കും. ആ ദുർഗന്ധം കാരണം ഏത് വായാണ് അള്ളാഹുവിന്റെ അടുക്കൽ വന്നിട്ട് വിശുദ്ധമായ നമസ്കാരത്തിലേക്ക് വന്നിട്ട്, അള്ളാഹുവെ ഞാൻ നിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ പോകുന്നു എന്ന നിയ്യത്ത് മുതൽ തുടങ്ങി സലാം വരെ വരുന്നതായ പവിത്രമായ മഹത്വമായ പരിശുദ്ധമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന നാവ്, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇബാദത്തിന്റെ പ്രതിഫലം നൽകുന്ന നാവ്, ആ നാവ് കൊണ്ട് തന്നെ മലീമസമായ വൃത്തികെട്ട മ്ലേച്ഛമായ വർത്തമാനം കാരണമായിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ മൈലുകളോളം മാറി നിൽക്കും. നിന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തിന്റെ അസഹനീയത കാരണം, അതിന്റെ കടുപ്പം കാരണം, അതിന്റെ വിഷമം കാരണം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹവുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ നാവാണ്. ആ നാവ്, അത് വാപ്പയുമായി ബന്ധപ്പെടാറുണ്ട് നാവ്, അത് ഉമ്മയുമായി ബന്ധപ്പെടാറുണ്ട് നാവ്, അത് മക്കളുമായി ബന്ധപ്പെടാറുണ്ട് നാവ്. ആ നാവ് മുസ്ലിമുമായി ബന്ധപ്പെടാറുണ്ട്, അമുസ്ലിമുമായി ബന്ധപ്പെടാറുണ്ട്, ശത്രുവുമായി ബന്ധപ്പെടാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ കിടന്ന ഷാൾ പുറകിൽ നിന്നും ഒരു ജൂതനായ മനുഷ്യൻ പിടിച്ചു. അതിങ്ങനെ തെന്നി കഴുത്തിലേക്ക് വീണു. എന്നിട്ട് അതിന്റെ രണ്ടു ഭാഗവും ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. കഴുത്തു മുറുകി നിന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് മോശമായി സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. മുസ്ലിമായ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? അവന് കുറെ പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ സ്വന്തമായി നമുക്ക് കൽപ്പിച്ചു കൊടുക്കണം. എനിക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എന്റെ മനസ്സിന്റെ വികാരമനുസരിച്ച്, എന്റെ മനസ്സിന്റെ ഇച്ഛയനുസരിച്ച് ഞാൻ പെരുമാറൂല. എന്റെ മനസ്സിനെയും എന്റെ ഇച്ഛയെയും നിയന്ത്രിക്കുന്നത് എന്റെ പുന്നാര പ്രവാചകന്റെ പരിശുദ്ധമായ സ്വഭാവമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? മോശമായി സംസാരിക്കാൻ തുടങ്ങുന്നതായ സന്ദർഭം, മോശമായി സംസാരിക്കാൻ, മോശമായി പെരുമാറാൻ ആ സന്ദർഭം വരുമ്പോൾ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്റെ പ്രവാചകന്റെ സ്വഭാവം വരും. അതേതാ? അള്ളാന്റെ പ്രവാചകന്റെ കഴുത്ത് നെരിച്ചിട്ട് മുറുക്ക മോശമായി സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ രീതിയിൽ തിരിച്ചു പെരുമാറി. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. നിങ്ങളോട് ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ, നിങ്ങളോട് ഇങ്ങോട്ട് മോശമായി സംസാരിച്ചാൽ നിങ്ങൾ അവരോട് സമാധാനമായി സംസാരിക്കും, നിങ്ങൾ അവരോട് ശാന്തമായി സംസാരിക്കും. അവരെ പോലെ നിങ്ങൾ പ്രതികരിക്കൂല. വിശുദ്ധ ഖുർആൻ എത്ര നല്ല പ്രത്യേകതയാ, എത്ര വലിയ ഗുണമാ. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ ഖുസൂസിയത്തായിട്ട്, പ്രത്യേകതയായിട്ട് അള്ളാഹു തആല നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരമാണ് എങ്കിൽ ആ സംസാരം കാരണമായിട്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് എത്തും. ഒരു മനുഷ്യൻ അള്ളാഹു തആല നൽകിയ സംസാരം കാരണമായിട്ട് ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് എത്തും. നാവിന്റെ നന്മയിലൂടെ, നാവിന്റെ നാവായ ഉപകരണത്തിന്റെ ഉപയോഗത്തിലൂടെ ആ മനുഷ്യൻ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരുപാട് ഹദീസുകൾ, ഒരു മനുഷ്യൻ നാവ് കാരണം നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് മതപ്പതിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് അളന്നു മുറിച്ചാകണം. ഫിലോസഫിയുടെ പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ വിശദീകരണം, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധികൂർമ്മതയുടെ അടയാളം ആവശ്യത്തിനു മാത്രം സംസാരിക്കുന്ന മനുഷ്യരാ. അനാവശ്യമായി സംസാരിക്കുമ്പോൾ ആ സംസാരം മോശമായ വാക്കുകളിലേക്ക് എത്തുന്നത്.
ആ മോശമായ വാക്കുകൾ അത് മോശമായ പെരുമാറ്റത്തിലേക്കെത്തും. ആ മോശമായ പെരുമാറ്റവും ആ മോശമായ വാക്കുകളും അല്ലാഹു തആല ഭൂമിയിൽ വിളക്കി ചേർത്തതായ പല പരിശുദ്ധമായ ബന്ധങ്ങളെയും തകർത്തു തരിപ്പണമാക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് നാവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. അല്ലാഹുവിന്റെ റസൂൽ പല പ്രാവശ്യം നാവിൽ പിടിച്ചുകൊണ്ട് സഹാബാക്കളോട് നാവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, നിങ്ങൾ തെറി പറയാൻ പാടില്ല. സിബാബുൽ മുഅ്മിനി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ തെറി പറയൽ അത് കുഴപ്പമില്ല എന്ന് ധരിച്ചാൽ, അത് സാധാരണയാണ് എന്ന് ധരിച്ചാൽ, അത് നിങ്ങൾ ചെയ്യുന്ന വലിയ പാപങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അത് നിരന്തരമായാൽ നിങ്ങളൊരു ഫാസിഖായി മാറും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സാക്ഷി പറയാൻ പോലും പറ്റൂല, ഒരു വിവാഹത്തിന്റെ സാക്ഷിയാകാൻ പോലും പറ്റൂല, ഒരു നല്ല കാര്യത്തിന്റെ സാക്ഷിയാകാൻ പോലും പറ്റൂല. മാറ്റി നിർത്തപ്പെടും. ഫാസിഖായ മനുഷ്യനാ പറ്റൂല എന്ന് ഒരാൾ പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. ശരിയാണ്, നല്ല കുടുംബത്തിൽ പിറന്ന മനുഷ്യനാകാം, സമുദായത്തിൽ ഏറ്റവും നല്ല സമ്പത്തുള്ള മനുഷ്യനാകാം, സമുദായത്തിൽ നല്ല ഔന്നത്യമുള്ള മനുഷ്യനാകാം. പക്ഷെ അദ്ദേഹം തെറി പറയാറുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ മനുഷ്യന്റെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല, മാറ്റി നിർത്തപ്പെടണം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇനി ഒരാൾ പറയുകയാ അദ്ദേഹം മുസ്ലിമിനെ അല്ല പറഞ്ഞത്, അമുസ്ലിമായ ആരെയും പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അടിമകളായ മനുഷ്യരോട്, തെറി പറഞ്ഞ മനുഷ്യരോട് കർക്കശമായി പറഞ്ഞു, പറ്റില്ല എങ്കിൽ അവരെ ഒഴിവാക്കി വിട്ടുകൊള്ളുക, മോശമായി പെരുമാറാൻ പാടില്ല എന്നല്ല. ആ വിശദീകരണത്തിന്റെ അവസാനത്തിൽ മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുകയാ, ചില ആൾക്കാരുണ്ട്, ചില മനുഷ്യരുണ്ട്, ആ മനുഷ്യർ മൃഗങ്ങളെ തെറി പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചില ആൾക്കാർ ചോദിക്കും, മൃഗങ്ങളെ തെറി പറയാറുണ്ട്? അതെ, കാളയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, മാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, ആടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, മൃഗങ്ങൾ പക്ഷികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം കാരണമായിട്ട് അള്ളാഹുവിന്റെ നബിമാരിൽ അധിക നബിമാരെയും അള്ളാഹു തആല ഇടയന്മാരാക്കിയിട്ടുണ്ട്. ഖുർആനും ഹദീസും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല നബിമാരെയും അള്ളാഹു തആല ആടിനെ മേയ്പ്പിച്ചിട്ടുണ്ട്. പല നബിമാരെ കൊണ്ടും അള്ളാഹു തആല കാലികളെ വളർത്തിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഹിക്മത്ത് അള്ളാഹു തആല അവർക്ക് സംസ്കരണം നൽകുകയാണ്, ക്ഷമ നൽകുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആടിനെ മേയ്പ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഇത്രയും അനുസരണയില്ലാത്ത ഒരു വർഗം വളരെ കുറവാണ്. പക്ഷെ ബർക്കത്ത് അല്ലാഹു തആല ഒരുപാട് വെച്ച ഒരു ജീവിയാണ്. പക്ഷെ ഇത്രയും അനുസരണയില്ലാത്തത്. മൂസാ നബി അലൈഹിസ്സലാമിന് വലിയ ദേഷ്യക്കാരനായിരുന്നു, ചരിത്രത്തിൽ കാണാം. ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദേഷ്യത്തെ അല്ലാഹു തആല പക്വതയോടുകൂടി പാകുതയോടുകൂടി സംസ്കരിച്ചെടുക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആടിനെ മേയ്ക്കലായിരുന്നു. ഇന്ന് നമ്മളുടെ ഇടയിൽ പക്ഷികളെ വളർത്തുന്നവരുണ്ട്, മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട്. ചില ആൾക്കാർ മൃഗങ്ങളെ തെറി പറയാറുണ്ട്, ചില ആൾക്കാർ നിർജീവമായ വസ്തുക്കളെ തെറി പറയാറുണ്ട്. വീട്ടിലോട്ട് ഇങ്ങനെ ഓടി കയറിയപ്പോൾ വീട്ടിലിങ്ങനെ അലങ്കാരമായിട്ട് എൻ്റെ കയ്യിലെ പൈസ കൊണ്ട് ഞാൻ വാങ്ങി വെച്ച അലങ്കാര ചെടിയിലേക്ക് എൻ്റെ കാലിന്റെ മുട്ടൊന്നിടിച്ച് പെട്ടെന്ന് വേദന വന്നപ്പോൾ മനുഷ്യൻ പെട്ടെന്ന് മാനുഷികമായ മൂല്യത്തിൽ നിന്നും മാറിയിട്ട് അവന്റെ വേദന അവന്റെ ശിരസിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്നതിന്റെ അതേ അകമ്പടിയോടുകൂടി തെറി പറയാറുണ്ട്. ആരാ ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചത്? ആ സാധനത്തിൽ തെറി പറയാറുണ്ട്. മുഹദ്ദിസീങ്ങളുടെ വിശദീകരണം നോക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിന്റെ ആശയമാ അവരിങ്ങനെ വിശദീകരിക്കുന്നത്. നിർജീവമായ വസ്തുക്കളെ തെറി പറയാറുണ്ട്, വാഹനങ്ങളെ തെറി പറയാറുണ്ട്. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ നമ്മൾ തന്നെ കൊണ്ടുവച്ചതായ നിർജീവമായ സാധനം കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിനോട് തെറി പറയാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായിട്ടും അവൻ സൂക്ഷിക്കേണ്ട അവന്റെ വാക്ക്, അവന്റെ സംസാരം. ആ സംസാരത്തിൽ ഒരു കാരണവശാലും ഒരു മോശമായ പദം വരാൻ പാടില്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അതിന്റെ ഏറ്റവും അങ്ങേയറ്റമായി നമ്മൾ വിശദീകരിക്കപ്പെടാറുള്ളത്, എന്നോട് ഒരു കാരണവുമില്ലാതെ അകാരണമായി ഇങ്ങോട്ട് മോശമായി 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 ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ തിരിച്ചു പറയാതിരിക്കുന്നത്? ഖുർആൻ പറയുന്നു, അള്ളാഹു പ്രിയപ്പെടുന്ന അള്ളാഹുവിന്റെ ദാസന്മാർ, ഇബാദുർ റഹ്മാൻ, അള്ളാഹ് എടുത്തു പറയുകയാ, കരുണയുള്ള തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം അവരോട് ഇങ്ങോട്ട് മോശമായി പറഞ്ഞാലും അവരങ്ങോട്ട് നല്ല രീതിയിൽ അവരോട് പെരുമാറും. അല്ലാഹു തആല അർശിൽ എഴുതി വെച്ചിരിക്കുന്ന ചില വാചകങ്ങളുണ്ട്. വഅഹ്സിൻ ഇലാ മൻ അസാഅ ഇലൈക്. അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞതാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് അല്ലാഹ് എഴുതി വെച്ചിരിക്കുകയാണ്, വഅഹ്സിൻ ഇലാ മൻ അസാഅ ഇലൈക്. നിങ്ങളോട് മോശമായി സംസാരിക്കുന്നവരോട് നിങ്ങൾ നല്ലതുപോലെ വർത്തിക്കുക, നിങ്ങളോട് മോശമായി പെരുമാറുന്നവരോട് നിങ്ങൾ നല്ലതുപോലെ പെരുമാറുക. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ആ ഗുണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കിൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുകയാ. നിങ്ങൾ ഭൂമുഖത്ത് ഉച്ചരിക്കുന്ന ഓരോ സംസാരവും അള്ളാഹു രേഖപ്പെടുത്തുകയാ. ആരും കേൾക്കാതെ രഹസ്യമായി നിങ്ങൾ പറഞ്ഞാലും, നിങ്ങളുടെ ആട്ടും തുപ്പും തെറിയും കേൾക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യനാണെങ്കിലും
അദ്ദേഹം ക്ഷമയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും കേട്ടിരുന്നാലും അല്ലാഹുവിന് അത് ഇഷ്ടപ്പെടാത്ത വാചകമാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ വിശദീകരണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ വിശദീകരണം, ആരെയാണോ തെറി പറയുന്നത് ആ തെറി പറയപ്പെടുന്ന മനുഷ്യൻ, ആ കേൾക്കപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു കുഴപ്പവുമില്ല. കാരണം എൻ്റെ യജമാനനായ, അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥനായ, അല്ലെങ്കിൽ എൻ്റെ ബോസായ അദ്ദേഹത്തിൻ്റെ ഉപകാരം കൊണ്ടാണ് ഞാൻ ഇന്ന് സ്വസ്ഥമായി ജീവിക്കുന്നത്, എൻ്റെ മക്കൾ പഠിക്കുന്നത്, ഞാൻ നല്ല വാഹനത്തിൽ, ഞാൻ നല്ല പാർപ്പിടത്തിൽ, ഞാൻ നല്ല വസ്ത്രം, ഇതിനെല്ലാം കാരണം അദ്ദേഹമാണ്. അദ്ദേഹം തെറി പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്കെന്താ കുഴപ്പം? കേൾക്കുന്ന നിങ്ങൾക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ സന്തോഷത്തോടുകൂടി കേൾക്കുകയാ. എന്റെ തെറി പറയാത്തത് എന്ന് ഞാനിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാ. അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ പോലും അദ്ദേഹം എന്നെ അടിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ അള്ളാന്റെ റസൂല് ആ അദ്ദേഹത്തോട് പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ അദ്ദേഹത്തോട് പറയുകയാ, നിങ്ങൾ ചെയ്ത നന്മകളുണ്ടല്ലോ, ആകാശഭാഗത്തുനിന്നും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ നന്മകളുണ്ടല്ലോ, ആ നന്മകൾ ഈ കേൾക്കപ്പെടുന്ന മനുഷ്യന് സന്തോഷമാണെങ്കിലും നാളെ നിങ്ങൾ മഹ്ശറയിലെത്തുമ്പോൾ മുഫ്ലിസിന്റെ കൂട്ടത്തിൽ പെടുത്തുന്നതിന് കാരണമാകും. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ദുനിയാവിൽ നിങ്ങൾ നൽകി, ദുനിയാവിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നൽകി, പക്ഷെ നൽകപ്പെടാൻ സാധ്യതയില്ലാത്തത് ആഖിറത്തിലും അല്ലാഹു തആല പിടിച്ചു വാങ്ങി നൽകും. നിങ്ങളുടെ നമസ്കാരവും ഇന്നഹു ഖദ് യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, നിങ്ങളുടെ നന്മകളുമായിട്ട് നിങ്ങൾ വരും, അതും കൂടി അല്ലാഹു തആല വാങ്ങി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ശപഥം ചെയ്യണം. ആരോടും എൻ്റെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യം വന്നാലും, എത്ര സങ്കടം വന്നാലും, ദേഷ്യം വന്നാലും, എത്ര പ്രയാസം വന്നാലും ആരോടും ഞാൻ തെറി പറയാറില്ല. ഞാനിനി പറയുകയുമില്ല. അള്ളാഹു നമുക്ക് ആ സൂക്ഷ്മത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും, ജീവജാലങ്ങളോടും പറ്റൂല, പക്ഷിപർവാദികളോടും പറ്റൂല, സസ്യലതാദികളോടും പറ്റൂല, നിർജീവമായ വസ്തുക്കളോടും പറ്റൂല. ഒന്നിനോടും നമ്മൾ ഇനി ഒരു തെറിവാക്കും നമ്മൾ പറയൂല. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിങ്ങനെ തെറി പറഞ്ഞ് നിങ്ങൾ ഫാസിഖ്യങ്ങളിൽ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ട് ഞങ്ങളിനി തെറി പറയൂല, ഞങ്ങളിനി തെറിവാക്ക് ഉപയോഗിക്കുകയില്ല എന്ന് നാം ശപഥം ചെയ്യണം. ആരെങ്കിലും നമ്മളുടെ ഇടയിൽ അറിയാതെ പറയുന്നുണ്ട് എങ്കിൽ നമ്മളിനി പറയൂല. കാരണം അള്ളാന്റെ റസൂൽ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും തമാശക്ക് പോലും ഒരാളോടും, ഒരു ജീവജാലത്തിനോടും, ഒരു നിർജീവമായ വസ്തുവിനോടും തെറിവാക്ക് ഉപയോഗിച്ചിട്ടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തെല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, അള്ളാന്റെ റസൂൽ സമാധാനത്തിന്റെ വാക്ക് സംസാരിക്കും, മയമായി സംസാരിക്കും, സ്നേഹത്തോടു കൂടി സംസാരിക്കും. ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാ. തിരിച്ച് അതേ രീതിയിൽ പറഞ്ഞ് പ്രതിരോധിക്കാൻ പറ്റൂല. ആ മനുഷ്യനോടുള്ള ബുദ്ധിപരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ആ മനുഷ്യനോട് നല്ല രീതിയിൽ പെരുമാറല. ഇദ്ദേഹത്തെയാണല്ലോ ഞാൻ തെറി പറഞ്ഞു പോയത്. ആ തോന്നലുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു പദം അദ്ദേഹം പറഞ്ഞതിനേക്കാളും 1000 മടങ്ങ് ഡോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാകൂല. അദ്ദേഹത്തിന്റെ മനസ്സുകളിൽ ആന്തോളനം ഉണ്ടാക്കുന്ന, അത്ഭുതകരമായ പ്രതിഫലനം ഉണ്ടാക്കുന്നത് തിരിച്ച് നിങ്ങൾ സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആയിരക്കണക്കിന് ഹദീസുകൾ. എന്നിട്ടും എന്തേ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് ഒരു ശബ്ദത്തോടു കൂടിയായിരിക്കണം ജുമാ കഴിഞ്ഞ് പോകേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാനുള്ളതല്ല, അള്ളാഹിന്റെ പ്രവാചകനെ ചർച്ച ചെയ്യാനുള്ളതല്ല, അള്ളാഹിന്റെ പ്രവാചകനെ ജീവിതത്തിലേക്ക് പുണരാനുള്ളതാണ്, ജീവിതത്തിലേക്ക് സാംശീകരിക്കാനുള്ളതാണ്, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടത്തിക്കൂട്ടാനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു തആല ഏറ്റവും നല്ല ഗുണമായ സംസാരത്തിൽ ഏറ്റവും നല്ല മയമായ സംസാരവും മോശമായ ഒരു പദവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ള പ്രതിജ്ഞയും അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നല്ലത് പറയുകയും നല്ലത് കേൾക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് രണ്ടാമത്തെ ഖുതുബയിൽ നാം ചർച്ച ചെയ്യുന്നത്.
അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു ഇല്ലാത്ത മനുഷ്യനെ സഹായിക്കാൻ പ്രേരിപ്പിച്ചതുപോലെ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. ഉള്ളതെല്ലാം വിറ്റു നൽകിയ ആൾക്കാരെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കൂടുതൽ ഒരാൾക്ക് നൽകാൻ പഠിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന വേറൊരു ഗ്രന്ഥവും ലോകത്ത് കാണാൻ കഴിയില്ല. പക്ഷെ അതിനൊക്കെ ചില രീതികളും ചില ശൈലികളും ചില സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. പല പ്രാവശ്യം നമ്മൾ പ്രളയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ കാഴ്ചപ്പാടുകളും രീതികളും ഒക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ആർക്ക് നൽകണം, എങ്ങനെ നൽകണം. 1 രൂപ ഹലാലായി സമ്പാദിക്കുന്നത് പോലെ തന്നെ 1 രൂപ ഹലാലായി ചെലവാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു തആല മഹ്ശറയിൽ എങ്ങനെ സമ്പാദിച്ചു എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ എങ്ങനെ അത് ചെലവാക്കിയെന്നും ചോദിക്കും. പ്രത്യേകിച്ച് ജുമായ്ക്ക് നമ്മൾ പള്ളിയിലേക്ക് വരും. ജുമായുടെ ഖുതുബയും നമസ്കാരവും ഇബാദത്തുമെല്ലാം കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ മനസ്സിന് ആർദ്രത. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഫിക്റോടുകൂടി ആ മാനസികാവസ്ഥയോടുകൂടി ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ സാധുക്കൾ നിൽക്കാറുണ്ട്. വെയിലത്തിങ്ങനെ ബുദ്ധിമുട്ടി പൊരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ എത്ര അത്യാവശ്യത്തിന് വെച്ചതാണെങ്കിലും ഇല്ലാത്തവരും എടുത്ത് അവർക്ക് കൊടുക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന്ന് വലിയൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. വ്യക്തമായി അറിയാവുന്ന പല ആൾക്കാരും അള്ളാഹു നിശബ്ദമാക്കിയ പാനീയവുമായി ബന്ധപ്പെടുന്ന, അള്ളാഹു നിശബ്ദമാക്കിയ ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ ജുമാ കഴിഞ്ഞു വന്നാൽ മുഖം നോക്കാതെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്ന് നിൽക്കാറുണ്ട്. അത് ഏതു മതക്കാരാണെങ്കിലും, അത് മുസ്ലിമീങ്ങളുമുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ജാതി വിഷയമല്ല, ഇവിടെ കാസ്റ്റ് വിഷയമല്ല, ഇവിടെ വിഷയം പാപമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ അദ്ലമു, ആരാണ് അക്രമി? അവൻ മുസ്ലിമായ അക്രമിയെന്നോ ഹിന്ദുവായ അക്രമിയെന്നോ ക്രിസ്ത്യാനിയായ അങ്ങനൊന്നുമില്ല. അർഹതപ്പെട്ടവൻ ആരാണെങ്കിലും അവർക്ക് കൊടുക്കൽ ബാധ്യതയാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പള്ളിയെന്നല്ല മിക്ക പള്ളികളിലും ജുമായ്ക്ക് ശേഷം വന്ന് നിൽക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ 1 രൂപ പോലും അർഹതപ്പെട്ടവരല്ല. മോശമായ നിഷിദ്ധമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ. എന്നല്ല, വേറൊരു വിഷയം കൂടി പറയാൻ, ചില ആൾക്കാർ 100 രൂപ അല്ലെങ്കിൽ 500 രൂപ 200 രൂപ ഒരാളുടെ കൊടുത്തിട്ട് എല്ലാവരും കൂടി എടുക്കാൻ പറയും. അവിടെ വലിയ പ്രശ്നമായി. നിങ്ങളത് കൊടുത്തിട്ടങ്ങ് പോകും. അവിടെ വലിയ പ്രശ്നമാണ്. അവിടെ ഗുസ്തി, അവിടെ ഇടിയാണ്, അവിടെ കബഡി കളിയാണ് നടക്കുന്നത്. പള്ളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരെ തള്ളിയിടുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്നതിനൊരു രീതിയുണ്ട്. അർഹതപ്പെട്ടവർ അവഗണിക്കപ്പെടുന്നതിന് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ മസ്ജിദിൽ സാധുക്കളായ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതായ പ്രത്യേക ഫണ്ടുണ്ട്. അതിന് പ്രത്യേക അർഹതപ്പെട്ട ആൾക്കാർ ബന്ധപ്പെടും. അവരതിന് അർഹതപ്പെട്ടതാണെന്ന് അന്വേഷിക്കാൻ പ്രത്യേക ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെടും. ഈ മോശമായ പ്രവണത നമ്മൾ ഇല്ലാതാക്കണം. മദീനത്തെ പള്ളിയിൽ ഒരിക്കലും ഒരാൾ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിന് അർഹതപ്പെട്ടവനല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരാ ഇദ്ദേഹത്തിന് ഒരു കോടാലി വാങ്ങിക്കൊടുക്കുന്നത്? ഒരു സഹാബി എണിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ വാങ്ങിക്കൊടുക്കാം. ആര് ഇദ്ദേഹത്തിന് ഒരു കയർ വാങ്ങിക്കൊടുക്കും? വേറൊരാൾ പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊടുക്കാം. ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ പോയി വിറക് വെട്ടി ജീവിക്കാൻ പറഞ്ഞു. അള്ളാന്റെ റസൂല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂല് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ എങ്ങനെ കൊടുക്കണമെന്ന് പറയും. ഓരോന്നിനും രീതിയും ശൈലിയുമുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർ ജുമാ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിയുടെ പുറത്ത് ഭയങ്കര ബഹളം. എന്നല്ല, ചില ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തെറിവാക്കുകൾ ഉപയോഗിക്കുകയാണ്. ആരാധന കാരണക്കാർ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ ചോദിക്കുന്ന മനുഷ്യൻ ഒരു ചുമന്ന ഒട്ടകപ്പുറത്ത് വന്നിട്ട് കൈനീട്ടിയാലും അവർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് സാഹചര്യമുണ്ട്, സന്ദർഭമുണ്ട്. വന്ന ആൾക്കാർ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണെന്ന് തികഞ്ഞു പോകേണ്ട. നിങ്ങളോട് ചോദിച്ചു, ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ ആവശ്യക്കാരനായേക്കാം, നിങ്ങൾ കൊടുക്കണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമ്മളുടെ പള്ളികളിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്, ഇതിനെ നിരുത്സാഹിപ്പിക്കണം. അള്ളാന്റെ റസൂൽ പറഞ്ഞ നന്മയായ ഒരു കാര്യം മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് എല്ലാ ആൾക്കാരും ആ സമയമാകുമ്പോൾ ഓടിവരും. മുസ്ലിമീങ്ങളാണെങ്കിൽ ജുമാ നമസ്കാരവും ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്. പല ആൾക്കാരും ഇതുമായി പോകുന്നത് ബാറിലേക്കും ഷാപ്പിലേക്കുമാണ്. അവിടെ തെളിവാക്ക്, അവിടെ ബഹളം, അവിടെ പ്രശ്നം. പോകുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. അല്ലാഹു തആല നല്ലതിനെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد. اللهم اغفر وارحم وارض عن أصحاب رسولك محمد صلى الله عليه وسلم، خصوصا من أولهم أمير المؤمنين أبي بكر الصديق رضي الله تعالى عنه، وعن ثانيهم أمير المؤمنين عمر بن الخطاب رضي الله تعالى عنه، وعن ثالثهم أمير المؤمنين عثمان بن عفان رضي الله تعالى عنه، وعن رابعهم أمير المؤمنين علي بن أبي طالب رضي الله تعالى عنه، وعن عمي نبيك حمزة والعباس رضي الله تعالى عنهما، وعن سيدة نساء أهل الجنة فاطمة الزهراء رضي الله تعالى عنها وعنهم.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعزنا وأعز الإسلام والمسلمين اللهم انصرنا وانصر الإسلام والمسلمين റഹ്മാൻ റഹീമായ നാഥാക്കരുണയുള്ള തമ്പുരാൻ, അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണ തമ്പുരാനെ. അള്ളാഹു പല സന്ദർഭത്തിലും പല സാഹചര്യത്തിലും ഞങ്ങളുടെ അവിവേകം കാരണം, ഞങ്ങളുടെ ദേഷ്യം കാരണം ഞങ്ങൾ മോശമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് തമ്പുരാനെ, തെറിവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. അള്ളാഹു നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അള്ളാഹു നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണ തമ്പുരാനെ. അള്ളാഹു അവരോട് പൊരുത്തം ചോദിക്കാനും പൊരുത്തപ്പെടിപ്പിക്കാനുമുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹു പാടുപെട്ട് കഷ്ടപ്പെട്ട് പൊട്ടിപ്പൊളിഞ്ഞ ഞങ്ങളുടെ അമലുകൾ അള്ളാഹു നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അള്ളാഹു ഇത് കാരണം നീ ഉണ്ടാക്കല്ലേ അള്ളാഹു ഞങ്ങളുടെ അമലുകളെല്ലാം ഞങ്ങളിൽ തന്നെ നീ വെക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവം നീ നൽകണേ അള്ളാഹു സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം സംസാരവുമായി ബന്ധപ്പെട്ടതാണ് തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്ക് നല്ല സംസാരം നൽകണേ അള്ളാഹു നല്ല മയമായ പെരുമാറ്റം നൽകണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ പ്രവാചകനെ പരിപൂർണമായി പിൻപറ്റുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. وآخر دعائي الحمد لله رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.